ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് നമ്മളൊരു പോള ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള പോളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കന് വേവിക്കാതെ മിക്സിൻ്റെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് കണ്ടിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മസാല പൗഡേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താണ്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല. അതായിരിക്കും ഇതിനെക്കാട്ടൊന്നും വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവാം. നമ്മൾ നോർമൽ ചിക്കന് വേവിച്ച് ഉണ്ടാക്കുന്ന ടേസ്റ്റ് കാരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല, ഗരം മസാല ഇതിട്ട് കൊടുക്കാം. പിന്നെ ഈ മസാലകളൊന്നും ഓവറാക്കണ്ട, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റ് ഒന്ന് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി, പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നത് ഈ ചിക്കനിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കണ്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. ഇനി നമ്മൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പാല് കുറച്ച് കൂടുതലാക്കി എടുക്കാൻ നോക്കുക, കാരണം കുറേ മുട്ട നമുക്ക് ആവശ്യമായിട്ട് വരുമല്ലോ കേട്ടോ. കുറച്ച് കൂടുതൽ പാൽ ഒഴിച്ച് കൊടുത്താൽ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കൂടുതലാക്കി എടുക്കരുത്, പാകത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നെയ്യോ ഓയിലോ ബട്ടറോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 8-10 ബ്രെഡ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് സൈഡ് ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, ഫുള്ളായിട്ട് കട്ട് ചെയ്യണമെന്നില്ല, അതിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ഈ പോള ഉണ്ടാക്കുന്ന പാത്രത്തിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രൂപത്തിലൊന്ന് വെച്ച് കൊടുക്കുക. ബ്രെഡ് ജസ്റ്റ് പൊടിച്ചിട്ട് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ആക്കുന്ന രൂപത്തിലൊന്ന് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാധാ നോർമലായിട്ടുള്ളൊരു ബ്രെഡ് മുട്ടയിൽ മുക്കാതെ നമ്മളതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം ഒരു ബ്രെഡ് മൊത്തത്തിൽ വെച്ച് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് 2 ബ്രെഡ് ജസ്റ്റ് പീസാക്കിയാണ്ട് അതുപോലെ പീസാക്കിയാണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഫില്ലിങ്സ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കിയുള്ള ഫില്ലിങ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബ്രെഡ് മുട്ടയിൽ മുക്കിക്കാണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതായത് ഈ മസാലകളൊന്നും പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ അടിഭാഗം എങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ ജസ്റ്റ് മേലെ ഭാഗം ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു 15 മിനിറ്റ് വരെ ഒക്കെ ഒന്ന് വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ മേലെ ഭാഗം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതൊന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അതിൽ കൂടുതലൊന്നും എന്തായാലും വേണ്ടി വരില്ല. അതിൻ്റെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക, എന്തെങ്കിലും ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗം വൈറ്റ് കളറായിട്ടല്ലേ ഇരിക്കുന്നത്, അത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ആ പാത്രത്തിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ ഞാൻ വീഡിയോയിലായിപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് പറയുന്നതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടല്ല, പിന്നെ ചിക്കനും ഫില്ലിങ്സ് ചിക്കനും കൂടി ആകുമ്പം എല്ലാവർക്കും ഇഷ്ടമാവും. അധികം എരിവൊന്നും ഇല്ലാതെ നല്ലൊരു
ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളെടുക്കണ പാത്രത്തിനനുസരിച്ചിരിക്കും കേട്ടോ ഇതിൻ്റെ മുട്ടേൻ്റെ അളവൊക്കെ. ഇപ്പം ഞാനെടുത്തേക്കുന്ന പാത്രത്തിന് 2 മുട്ടയും പിന്നെ കുറച്ച് കൂടുതലായിട്ട് പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിക്കാരം കേട്ടോ.